1 തെസ്സലോനിക്യ 4 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ നിദ്ര പ്രാപിച്ചവരെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നതുപോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്നും കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അവശേഷിച്ചിരിക്കുന്നവർ ആകാശത്തിൽ കർത്താവിന് എതിരേൽക്കാനായി അവനോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. നാം അങ്ങനെ എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുവിൻ. കർത്താവിൻ്റെ വചനം നാം കേട്ട് ധ്യാനിക്കാം. ഈശോ പറഞ്ഞിരിക്കുന്ന ഓരോ വചനത്തിനും മാറ്റമില്ല. എപ്പോഴും നമ്മൾ കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവായ ഈശോയെ അങ്ങയെ സ്വീകരിക്കുവാനും അങ്ങ് ഞങ്ങളോടുകൂടി ആയിരിക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുവാനുള്ള ആത്മീയ ശുദ്ധി ശാരീരിക ശുദ്ധിയും ഞങ്ങൾക്കുണ്ടായിരിക്കണമല്ലോ. കാരുണ്യവാനായ ഈശോയെ, വീഴാതെ പതറാതെ അങ്ങയെ ധ്യാനിച്ച് വരാനിരിക്കുന്ന ഒരു പുതുജീവനുണ്ടെന്നും ഉയർപ്പുണ്ടെന്നും ഈശോയുടെ കൂടെ ആയിരിക്കണമെന്നുമുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ലോകവസ്തുക്കളിൽ നിന്നും ലോകസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി സൂക്ഷിക്കണമേ. നാഥാ, ഏറിയാൽ 10-80 വർഷം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ബാക്കി ഉള്ളത് അവൻ മരിച്ച് മോശക്കാരനായിരുന്നു എന്നുള്ളൊരു പേര് കേൾക്കാതെ ദൈവത്തിന് ഇഷ്ടമുള്ളവനായി ജീവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തിയോടെ ഈ ലോകം വിടുവാനും ഒരു ഉയർപ്പ് ഉണ്ടെന്നും ഈശോയോടുകൂടി ആയിരിക്കുമെന്നുമുള്ള വിശ്വാസത്താൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. നാഥാ, സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുങ്ങി സന്തോഷപൂർണ്ണമായി ജീവിക്കുവാനും വിശുദ്ധിയായി ജീവിക്കുവാനും മക്കളെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണെന്നും അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണെന്നും നാം ബോധ്യത്തോടുകൂടി നമുക്ക് യേശുവിൽ ഒരുങ്ങി വിശുദ്ധരായി തിരുവചനത്തിലൂടെ വചനം വായിച്ച് ധ്യാനിച്ച് ഈശോയ്ക്ക് നമ്മോട് പറയാനുള്ളതെല്ലാം വചനത്തിലുണ്ടല്ലോ.